വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ നോയിമ്പ് ആചരണത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇന്ന് ക്രൂസിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ക്രൂസിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം. 1 യോഹന്നാൻ 3:1 ഇങ്ങനെ പറയുകയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു എന്ന്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. എന്താണ് കാണേണ്ടത്? കണ്ടാലും എന്ന് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ് നാം കാണേണ്ടത്? കാണേണ്ട സത്യം എന്താണ്? കാണേണ്ട യാഥാർത്ഥ്യം എന്താണ്? അല്ലെങ്കിൽ ആ രഹസ്യം എന്താണ്? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എവിടെയാണ്? ക്രൂശിലാണ് നമ്മൾ കാണേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത്, പ്രിയമുള്ളവരെ, ക്രൂശിലാണ്. ക്രൂശിലൂടെയാണ് ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോടുള്ള നഷ്ടപ്പെട്ടു പോയ ദൈവജനത്തോടുള്ള ആ സ്നേഹത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം വെളിപ്പെടുത്തി തന്നത് കാൽവരി മലയിൽ ക്രൂശിൽ ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. ഇതാണ് നാം കാണേണ്ടത്. കണ്ടാലും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നാം ക്രൂശിലാണ് കാണേണ്ടത്. ക്രൂശിലെ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ ക്രൂശുമരണം, ആ പീഡാസഹനം, അവൻ്റെ മരണം, അതാണ് നാം കാണേണ്ടത്. ഇന്ന് പലരും ദൈവ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് അവരവർക്ക് വ്യക്തിപരമായി കിട്ടിയ ചില ഭൗതിക അനുഗ്രഹങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. ദൈവം എന്നെ സ്നേഹിച്ചു, എൻ്റെ പല്ലിൻ്റെ മോണയുടെ വേദന മാറി, നടുവേദന മാറി, മുട്ടുവേദന മാറി, എൻ്റെ പനി മാറി, എൻ്റെ മറ്റ് പല അസുഖങ്ങളും മാറിക്കിട്ടി സൗഖ്യം തന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രോഗശാന്തി നൽകുന്നതിലൂടെ അല്ല ദൈവം നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിച്ചത്. പിന്നെയോ നമ്മെ പാപത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ പുത്രനായ യേശുവിനെ കാൽവരിയിൽ മരിക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചു തന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തിയത്. ഇത് തിരിച്ചറിയാതെ ഉയരങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക്, ക്രൂശിൽ ക്രിസ്തു വഴി ദൈവം വെളിപ്പെടുത്തിയ, ദൈവം ചെയ്ത രക്ഷാകരമായ പ്രവൃത്തിയെ കാണാതെ ആണ് ഇന്ന് പലരും ജീവിക്കുന്നതും സംസാരിക്കുന്നതും. അത് കാണാൻ പറ്റാത്തവരാണ്
എനിക്ക് വിസ കിട്ടി, ദൈവം എനിക്ക് വിസ തന്നു, അതുകൊണ്ട് ദൈവത്തിന് നന്ദി. എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റി, അങ്ങനെ ദൈവം എന്നെ സ്നേഹിച്ചു. എൻ്റെ മക്കളെ കെട്ടിച്ചു വിടാൻ പറ്റി, അങ്ങനെ ദൈവം എന്നെ സ്നേഹിച്ചു. വീടില്ലായിരുന്നു, എനിക്ക് വീട് കിട്ടി, ദൈവം എനിക്ക് വീട് നൽകി എന്നെ സ്നേഹിച്ചു, എന്നെ അനുഗ്രഹിച്ചു. ഇങ്ങനെയുള്ള ഭൗതികമായ ഈ ലോകത്തിൽ മറ്റ് ഏത് വ്യക്തികൾക്കും, ദൈവത്തിന് മാത്രമല്ല മറ്റാർക്കും ആരിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളാണ് ഈ ഭൗതിക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്, അനുഗ്രഹം. അത് നമുക്ക് തരണമെങ്കിൽ ദൈവം വേണമെന്നില്ല. ദൈവം തരും, എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ദൈവം വേണമെന്നില്ല. ദൈവം അത്യാവശ്യമല്ല. ദൈവമില്ലാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ മുഴുവൻ എന്താ? ദൈവം ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി, ദൈവം അങ്ങനെ എന്നെ സ്നേഹിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവം പൂർണ്ണമായും വെളിപ്പെടുത്തിയത് ക്രൂശിലാണ്. ക്രൂശിലെ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. ഓരോ ക്രൈസ്തവനും ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയേണ്ട സത്യം, യാഥാർത്ഥ്യം ഇതാണ്. ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി യാഗമായിട്ട് മാറി. അവൻ തൻ്റെ ജീവനെ തന്നെ സറണ്ടർ ചെയ്തു, സമർപ്പിച്ചു. ഇതിലെയാണ് ഇങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. നമ്മളുടെ സ്നേഹത്തെ ക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 5:8 പറയുന്നു, എന്നാൽ നാം പാപികൾ ആയിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തി. കണ്ടോ? എന്നാൽ നമ്മൾ പാപികൾ ആയിരിക്കെ. പലരുടെ ഒരു ധാരണയുണ്ട്, നമ്മൾ നല്ല കുമ്പസാരം കഴിയുമ്പോഴാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നതെന്ന്. എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി കഴിയുമ്പോഴാണ് ദൈവം എന്നെ കെട്ടിപ്പിടിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ദൈവം എൻ്റെ പാപം ക്ഷമിച്ചത് എന്ന് അങ്ങനൊരു ധാരണയുണ്ട്. അല്ല, സത്യത്തിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയാതിരിക്കുമ്പോഴും ദൈവം എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എത്ര പേര് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു എന്നെനിക്കറിയാൻ പറ്റിയല്ല. പലർക്കും ഇതും ഞാൻ പറയുന്ന ആ ആത്മീയ മണ്ഡലത്തിൽ, ആത്മീയ രീതിയിൽ മനസ്സിലാകണമെന്നില്ല. സത്യത്തിൽ നമ്മൾ പാപിയായിരിക്കുമ്പോഴും ദൈവം എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു. പാപം ഏറ്റുപറയാതിരിക്കുമ്പോഴും ദൈവം എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു. ഞാൻ നല്ലവനായിട്ട് മാറിയപ്പോഴല്ല, നല്ലവനായി തീർന്നപ്പോഴല്ല എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിച്ചത്. ക്ഷമിക്കുന്നതിലൂടെയാണല്ലോ ദൈവം എന്നെ സ്നേഹിക്കുന്നത്. ക്ഷമിക്കാതെ ഒരിക്കലും ദൈവത്തിന് സ്നേഹിക്കാൻ പറ്റുകയില്ല. ബൈബിൾ എന്താ പറയുന്നത്? എന്നാൽ നാം പാപികൾ ആയിരിക്കെ, ഞാൻ മാനസാന്തരപ്പെടാത്ത അവസ്ഥയിലും മാനസാന്തരപ്പെടാതെ നടന്നപ്പോഴും, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് എടുത്തു ചാടി നാം നടന്നപ്പോഴും, ദൈവം ആരെന്ന് പോലും അറിയാൻ മേലാതെ നടന്ന ആ അവസ്ഥയിലും ദൈവം എന്നെ സ്നേഹിച്ചു. എന്നാൽ നാം പാപികൾ ആയിരിക്കെ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ, ഞാൻ പാപം ഏറ്റുപറയാതെ, അനുതപിക്കാതെ, പശ്ചാത്തപിക്കാതെ നടന്ന ആ സാഹചര്യത്തിൽ എന്നോട് ക്ഷമിച്ചു. എങ്ങനെ? ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു. എന്നെ നേടിയെടുക്കാൻ, എന്നെ സ്വന്തമാക്കാൻ, എന്നെ മാറോട് ചേർക്കാൻ, എന്നെ കെട്ടിപ്പിടിക്കാൻ, ദൈവം മകളാക്കി എന്നെ മാറ്റാൻ, ഞാൻ മാനസാന്തരപ്പെടാതെ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവ മകനും മകളും ആക്കാൻ വേണ്ടിയിട്ട് ആണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്.
പാപം ചെയ്തവരെല്ലാം പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്ത ഏതൊരു വ്യക്തിയും പാപത്തിൻ്റെ അടിമയാണ്, പിശാചിൻ്റെ മക്കളായി മാറി. ദൈവത്തിൻ്റെ തേജസ്, വിശുദ്ധി എന്ന തേജസ്, ആ കൃപാവരം നഷ്ടപ്പെടുത്തി ദൈവ കൃപയ്ക്ക് യോഗ്യത നഷ്ടപ്പെട്ടവരായി പിശാചിൻ്റെ അടിമകളായി, പിശാചിൻ്റെ സന്തതികളായി മാറി. അങ്ങനെ പിശാചിനും അവൻ്റെ സന്തതികൾക്കുമായി ഒരുക്കപ്പെട്ട നരകത്തിന് നമ്മൾ യോഗ്യതയായി, അവകാശികളായി മാറ്റപ്പെട്ടു. ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ, വീണ്ടും ദൈവ മക്കളെന്ന പദവി എനിക്കും നിങ്ങൾക്കും തരാൻ ദൈവം തമ്പുരാൻ എന്നാ ചെയ്തു? തൻ്റെ പുത്രനെ, ഏകജാതനെ, ഹല്ലേലൂയ, ശ്രദ്ധിച്ചേ, ഏകജാതനെ കാൽവരിയിൽ മരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. ഹല്ലേലൂയ, ഏകജാതനെ. ഈ ഏകജാതൻ, ദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ കാൽവരിയിൽ മരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവൻ ആദ്യജാതനായി മാറ്റപ്പെട്ടു യേശു. കാരണം യേശുവിനെ കൊടുത്തു, ഏകജാതനെ കൊടുത്തത് വഴി പിശാചിൻ്റെ അടിമത്വത്തിൽ കഴിയുന്ന പിശാചിൻ്റെ മക്കളായ നമ്മളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? യേശുവിനെ കൊടുത്ത് നമ്മളെ വില കൊടുത്തു വാങ്ങി. ഹല്ലേലൂയ, നമ്മളെ വില കൊടുത്ത് വാങ്ങി, നമ്മളെ ദത്തെടുത്തു, ദത്തുപുത്രന്മാരായി നമ്മളെ വിലയ്ക്ക് വാങ്ങി ദൈവമക്കളാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6-19 തിരുവചനത്തിൽ ഇങ്ങനെ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യുവതി യുവാക്കന്മാരെ, സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നീ എന്ന പ്രോപ്പർട്ടി നിൻ്റേതല്ല. പിന്നെയോ നിങ്ങളെ ഒരാൾ വില കൊടുത്തു വാങ്ങി. അതാരാണ്? പിതാവാം ദൈവം നിങ്ങളെ വില കൊടുത്തു വാങ്ങി. എന്താണ് വിലയായിട്ട് കൊടുത്തത്? 1 പത്രോസ് 1:18-19 തിരുവചനങ്ങൾ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊടുത്തത്രേ നിങ്ങളെ വിലക്ക് വാങ്ങിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണമേ. നശ്വരമായ വെള്ളിയമോ സ്വർണമോ കൊണ്ടല്ല, നശിച്ചു പോകുന്ന നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. പിന്നെയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന് പത്രോസ്ലിയ ഇങ്ങനെ വചനത്തിലൂടെ എഴുതി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മൾ വില കൊടുത്തു വാങ്ങപ്പെട്ടതാണ്. എന്താണ് വിലയായിട്ട് ദൈവം കൊടുത്തത്? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ വില കൊടുത്ത് വാങ്ങിയെങ്കിൽ പിശാചിന് എന്താണ് വിലയായിട്ട് കൊടുത്തത്? യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ശരീരം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തിന് കൊടുക്കേണ്ടി വന്നത് യേശുവിൻ്റെ തിരുശരീരങ്ങളാണ് വിലയായിട്ട് കൊടുത്തത്. സാത്താൻ അതാ ചോദിച്ചത്. സാത്താൻ അത് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? പുത്രനെ തന്നെ കാൽവരിയിൽ കൊടുത്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ വിലയായിട്ട് എന്താണ് കൊടുക്കുന്നത്? ആ വിലയാണ് ആ സാധനത്തിൻ്റെ മൂല്യത എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ വാച്ചിന് 1500 രൂപയുള്ളതെന്ന് വിചാരിക്കുക. 1500 രൂപ കൊടുത്തിട്ടാണ് ഈ വാച്ച് വാങ്ങിയതെങ്കിൽ ഈ വാച്ചിൻ്റെ വില 1500 രൂപയാണ്. 1500 രൂപ വില മൂല്യമുണ്ട്. നമ്മളെ ദൈവം വില കൊടുത്തു വാങ്ങിയെങ്കിൽ എന്താണ് വിലയായിട്ട് കൊടുത്തത്? യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ വിലയാണ് നമ്മുടെ വില. കാരണം യേശുവിൻ്റെ രക്തവും ശരീരവും കൊടുത്താണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. നമ്മളെ യേശുവിനെ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. യേശുവിൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്ത് വിലയാണ് കൊടുത്തത്? യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ശരീരം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ നമ്മുടെ വില എന്താണ്? യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ വിലപ്പെട്ട മക്കളാണ്. യു ആർ എ പ്രഷ്യസ് ചൈൽഡ്.
ദൈവത്തിൻ്റെ വിലപ്പെട്ട ദൈവ പൈതലേ, നിങ്ങൾ എത്രമാത്രം ക്രിസ്തുവിനോളം വിലപ്പെട്ടവരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ക്രിസ്തുവിനോളം വിലപ്പെട്ടവരാണ്. അപ്പോൾ ഏകജാതനായ ക്രിസ്തു പിന്നീട് പറയുന്നത് അവൻ ആദ്യജാതനാണെന്ന്. ആദ്യജാതൻ, ഏകജാതൻ എങ്ങനെയാണ് ആദ്യജാതനായിട്ട് മാറിയത്? ആദ്യജാതൻ ഉണ്ടെങ്കിൽ പിന്നീടും ജാതന്മാരുണ്ട്, അല്ലേ? യേശു ആദ്യത്തെ പുത്രനാണെങ്കിൽ പിന്നീടും പുത്രന്മാരുണ്ട്. അപ്പോൾ യേശു ആദ്യജാതനായിട്ട് മാറിയത് എപ്പോഴാണ്? നമ്മളെ ഓരോരുത്തരെയും യേശുവിനെ കൊടുത്ത്, ആദ്യജാതനെ കൊടുത്ത് നമ്മളെ ഓരോരുത്തരെയും പിതാവായി ദൈവം ദത്തുപുത്രരായി ദത്തെടുത്തു. ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്തു തരാ തൻ്റെ ഏകജാതനെ. ഏകജാതനെ കൊടുത്ത് നമ്മളെ ദത്തെടുത്തു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറി. ദൈവഭവനത്തിലെ അംഗമായി നമ്മൾ മാറ്റപ്പെട്ടു. യേശു മൂത്ത ജ്യേഷ്ഠനായി മാറി. നമ്മൾ ഓരോരുത്തരും അവനിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന എല്ലാവർക്കും ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി, അവൻ യോഗ്യത നൽകി, അവൻ അവകാശം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട് എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച, ക്രൂശിൽ മരിച്ച, എൻ്റെ പകരക്കാരനായി കാൽവരിയിൽ മരിച്ച യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത എല്ലാവർക്കും ദൈവ മക്കളാകാനായിട്ട് ക്രിസ്തുവിനോടൊപ്പം ആ ദൈവഭവനത്തിലെ അംഗമായി മാറുവാനായിട്ട് നമുക്ക് യോഗ്യത, ഹല്ലേലൂയ, നൽകി. ആര്? യേശു നമുക്ക് യോഗ്യത നൽകി, യോഗ്യരാക്കി മാറ്റി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് ക്രൂശിലൂടെ വെളിപ്പെട്ടത്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ക്രൂശിൽ യേശു 12 മണി മുതൽ 3 മണി വരെ ക്രൂശിൽ പിടഞ്ഞ് അവിടെ തൂങ്ങിക്കിടന്നില്ലേ? 3 ആണിമേൽ തൂങ്ങിക്കിടക്കുക. ഒരു പച്ച മാംസം, ഒരു യുവാവിൻ്റെ ശരീരം, ഭാരമേറിയ ശരീരം 3 ആണിയിൽ തൂങ്ങിക്കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് അവൻ അതിവേദന അനുഭവിച്ചു. ഗെത്സമനേ തോട്ടത്തിൽ യേശു പറഞ്ഞില്ലേ, ദൈവമേ കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ഒരേ കാര്യം തന്നെ 3 വട്ടം യേശു ആവർത്തിച്ചു. 3 വട്ടം ആവർത്തിച്ച് യേശു പ്രാർത്ഥിച്ചു, ദൈവമേ കഴിയുമെങ്കിൽ പിതാവേ ഈ കാസ എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ, ഈ കാസ എന്നിൽ നിന്ന് മാറ്റണമേ എന്ന്. 3-ാം പ്രാവശ്യം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വേണ്ട, മാറണ്ട, കാരണം ഈ പാനപാത്രം കുടിക്കാനായിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കുക. എന്താണ് ഈ പാനപാത്രം? എന്താണ് ഈ കാസ? ഈ കാസായിലെ പാനപാത്രം എന്താണ് യേശു ഉദ്ദേശിച്ചത്? കുരിശുമരണമല്ല പ്രിയമുള്ളവരെ. ചിലർ പറഞ്ഞേക്കാം യേശുവിൻ്റെ കുരിശുമരണം മാറിപ്പോകാൻ വേണ്ടി, പീഡാസഹനങ്ങൾ, കഷ്ടപ്പാടുകൾ അത് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് യേശു പ്രാർത്ഥിച്ചതെന്ന്. യേശു ക്രൂശ് മരണം മാറാനായിട്ടല്ല. ക്രൂശിലൂടെയുള്ള മരണമോ പീഡാസഹനങ്ങളോ ഇത് മാറിപ്പോകാനായിട്ടല്ല യേശു പ്രാർത്ഥിച്ചത്. ഈ കാസ എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള ഗാഢബന്ധമാണ്. ബൈബിൾ യേശു തന്നെ പറയുന്നുണ്ട്, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന, കണ്ടോ, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രനാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. ഞാനും പിതാവും ഒന്നാകുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമായിരിക്കുന്നത് പോലെ നിങ്ങളും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പിതാവുമായിട്ടുള്ള പിതാവുമായിട്ടുള്ള ആ ബന്ധം, കൂട്ടായ്മ, ആ റിലേഷൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ ബന്ധം, യേശുവും പിതാവുമായിട്ടുള്ള ബന്ധമുണ്ട്. അത് ഭയങ്കര ബന്ധമാണ്. എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ യേശു മലമുകളിലോട്ട് കയറിപ്പോകുന്ന എന്തിനാ? ഈ ഗാഢബന്ധം പുലർത്താൻ വേണ്ടിയാ. പ്രഭാതത്തിലേ ഉണർന്ന് ശിഷ്യന്മാർ ഉണരുന്നതിന് മുൻപേ അധികാലത്തെ എഴുന്നേറ്റ് യേശു വിജന സ്ഥലത്തേക്ക് പോയതെന്താ? പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്താൻ വേണ്ടിയിട്ട്, പേഴ്സണൽ പ്രെയർ വേണ്ടിയിട്ട്.
അപ്പോൾ ദൈവവുമായിട്ട് ഒറ്റിച്ചേർന്ന ദൈവവും ഞാനും ഒന്നാണ്. ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഈ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. അതാ ക്രൂശില. അതെങ്ങനെയാ? ഒരു പാപിക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റുകയില്ല. പാപിക്ക് ദൈവവുമായുള്ള കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റുകയില്ല. ദൈവം പരമപരിശുദ്ധനാ, വിശുദ്ധിയുടെ നിറകൂടമാണ് ദൈവം. വിശുദ്ധർക്ക് മാത്രമേ ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ക്രൂശിൽ യേശു കിടക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ പാപഭാരവും യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുക. ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായി, ലോകത്തിൻ്റെ മുഴുവൻ പാപികളുടെ പ്രതിനിധിയായി, ലോകത്തിലെ മുഴുവൻ പാപികളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് യേശു ക്രൂശിൽ കിടക്കുകയാണ്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന സ്നാപക യോഹന്നാൻ യേശുവിനെ നോക്കി പറഞ്ഞില്ലേ? ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എവിടെയാണ് ചുമന്നത്? ക്രൂശിൽ. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും, മനുഷ്യരുടെ പാപങ്ങളും മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യരുടെ പാപികളായ മനുഷ്യരുടെ മുഴുവൻ പ്രതിനിധിയായി ക്രൂശിൽ കിടക്കുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള ബന്ധം, കണക്ഷൻ നഷ്ടപ്പെട്ടു പോവുക. ആ റിലേഷൻഷിപ്പിൽ വലിയൊരു ഉലച്ചിലുണ്ടാകുക. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇതാണ് ആ പാനപാത്രം. യേശു ഉദ്ദേശിച്ച ഈ കാസ, ഈ പാനപാത്രം അതാണ്. എന്താ? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ. കാരണം ഒരു പാപിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കാൻ പറ്റുകയില്ല. ദൈവത്തിൽ നിന്ന് ആ പാപിക്കും ഭയങ്കര ഒരു ഗ്യാപ്പാണ്, ഒരു വിടവാണ്. ദൈവവുമായിട്ടുള്ള ആ സമ്പർക്കം, കൂട്ടായ്മ നഷ്ടപ്പെടുന്ന ആ ക്ഷണം, ആ സമയം, അതാണ് ഈ പാനപാത്രം, അതാണ് ആ കാസ. ദൈവമേ, ആ കൂട്ടായ്മ നഷ്ടപ്പെടുന്നത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുകയില്ല. അതൊരു അസാധ്യമായൊരു കാര്യമാണ്. അത് എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. അതാണ് യേശു പ്രാർത്ഥിച്ചത്, വീണ്ടും പ്രാർത്ഥിച്ചത്. അതാണ് യേശുവിന് മനസ്സിലായി. കാരണം ഇത് സാധ്യമായെങ്കിലേ ആ കൂട്ടായ്മ പോലും നഷ്ടപ്പെടേണ്ടി വരുന്ന അവസ്ഥ, അതാണ് ദുഃഖം, അതാണ് അതിവേദന. യേശു ഉച്ചത്തിൽ നിലവിളിച്ചത് അതാണ്. എലീ എലീ ലമാ സബക്താനി, എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? ദൈവത്താൽ പോലും കൈവിടുന്ന അനുഭവം യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായി. ഏതാ? ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത സമയമാണ്. ദൈവത്താൽ പോലും കൈവിടപ്പെട്ട അനുഭവം, ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട അനുഭവം, ആ കൂട്ടായ്മ നഷ്ടപ്പെട്ട ശൂന്യത, ആ ഏകാന്തത, ഒറ്റപ്പെടൽ, അതാണ് യേശുവിന് അസഹ്യമായി മാറിയത്. അതിനെ ഓർത്താ യേശു കരഞ്ഞത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു അതുപോലും ഏറ്റെടുക്കാൻ തയ്യാറായി. എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി, എനിക്കും നിനക്കും വേണ്ടി, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട്. യേശു ആ ക്രൂശിൻ്റെ അനുഭവം ഏറ്റെടുത്തു. ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെട്ടവനായി, കൈവിടപ്പെട്ടവനായി മാറ്റപ്പെട്ടത് എന്തിനാ? നമ്മളെ സ്വന്തമാക്കാൻ, നമ്മളെ ദൈവ പൈതലാക്കി, ദൈവത്തിൻ്റെ മക്കളാക്കി, എന്നെയും നിങ്ങളെ മാറ്റുവാൻ വേണ്ടിയിട്ട് ക്രൂശിൽ യേശു അത് ചെയ്തു. അതെ, നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. എഫേസ്യ ലേഖനം 2:19 പറയാണ്, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഇനിമേൽ നിങ്ങൾ അന്യരല്ല, പരദേശികളല്ല. ഒരിക്കൽ അങ്ങനെ ആയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് പകരക്കാരനായി ഞാൻ എൻ്റെ ശരീരവും എൻ്റെ രക്തവും കാൽവീര്യ മലയിൽ ഞാൻ ഊറ്റിക്കൊടുത്തു, വില കൊടുത്തു. നിങ്ങളെ ഞാൻ വിലയ്ക്ക് വാങ്ങി.
നിങ്ങളെ ദത്തുപുത്രരായി ഞാനിതാ സ്വന്തമാക്കി നേടി, വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഇനി നിങ്ങൾ ജാരസന്തതികളല്ല, പിശാചിൻ്റെ അടിമയല്ല, പിശാചിൻ്റെ മക്കളല്ല. പിന്നെയോയ്, ഇനിമേൽ നിങ്ങൾ അന്യരല്ല, പരദേശികളല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട്, സന്തോഷിക്കാൻ വകയുണ്ട്, ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. യേശുവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് വേറെ പ്രത്യാശ നൽകുന്ന വചനമാണ് പ്രിയമുള്ളവരെ ഇത്. നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണിപ്പോൾ. ഓൾറെഡി ഇപ്പോൾ അംഗമാണ്. മരിച്ചു കഴിയുമ്പോഴും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദൈവഭവനത്തിലെ അംഗമാണ് നമ്മൾ. ഹല്ലേലൂയ. ഈ പ്രത്യാശയോടെ മുന്നോട്ട് പോകേണ്ടവരാണ്. ഈ പ്രത്യാശയോടെ യേശുവിനോടൊപ്പം ഇന്ന് ഈ ലോകത്തിൽ ഈ ശരീരമുള്ള നമ്മൾ ഈ ലോകത്തിൽ യേശുവിനോടൊപ്പം ആത്മാവിൽ യാത്ര ചെയ്യേണ്ടവരാണ്. നമ്മൾ ആത്മമണ്ഡലത്തിൽ ഇന്ന് ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം. അതിനു വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വലിയ നോയിമ്പിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ ഈ വലിയൊരു ചിന്ത ഇവരുടെ ജീവിതത്തിൽ ശക്തമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് ഉൾക്കൊണ്ട ആ സന്ദേശത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ അഭിഷേകം എല്ലാ വ്യക്തികളെയും മാറ്റിമറിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ ഹൃദയങ്ങളിലേക്ക് വചനം കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം, ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹം, ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സ്നേഹം എല്ലാ മക്കളുടെ മേലും ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന മനസ്സുകളെ നീ തൊടണമേ, തകർന്ന മനസ്സുകളെ നീ തൊടണമേ, തകർന്നു പോയ ജീവിതങ്ങളെ കർത്താവേ നീ പണിതുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, അശുദ്ധ പാപങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് നീ ഇവരെ വിട്ടുവീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ ദുശീലങ്ങളും തടക്ക ദോഷങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യാശയുള്ളവരായി ഈ മക്കളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രതീക്ഷയോടെ ജീവിക്കുവാൻ, പ്രത്യാശ ജീവിക്കുവാൻ, ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ജീവിക്കുവാൻ, ദൈവമക്കളെന്ന പ്രാഗൽഭ്യത്തോടെ, അഭിമാനത്തോടെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ എല്ലാ പ്രിയമുള്ളവരെയും നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ സകല മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരിഖാലാവാരാദാരീഹ ആജാറംബാരാദാരീഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ. നീ ഇന്ന് ഇവരോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. നീ ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായിരങ്ങളിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ. അപ്പാ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. God bless you. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.